അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം അന്വേഷണ പരിധിയിൽ വരണം എന്നുള്ള വളരെ കൃത്യമായ ആവശ്യം ഉയരുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഉയരുന്നു, BJP-യിൽ നിന്ന് ഉയരുന്നു. അല്ല, അത് അവർക്ക് ഉന്നയിക്കേണ്ട അധികാരമുണ്ടല്ലോ. അധികാരം മാത്രമല്ല, മുഖ്യമന്ത്രിയിലേക്ക് അടക്കം അന്വേഷണം ചെന്നെത്തേണ്ടതിന്റെ വലിയൊരു ആവശ്യകതയുണ്ട് ഇപ്പോൾ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ നീലിമ, ഇതിൻ്റെ ആവശ്യകത അത് SIT അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നേരത്തെ നടക്കുന്ന ഒരു അന്വേഷണമുണ്ട്. ഇപ്പം ഉല്ലാസ് ബാബു പറഞ്ഞാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വരണത് എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. ശരിയാണ്. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിലൊരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്നല്ല, നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രീ രാജീവ് അബ്രഹാം പറഞ്ഞ 100% ശരിയാണ്. ഒരു സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്കും അത് ജാഗ്രത വേണം. അവിടെ ആ ജാഗ്രത കുറവ് എന്ന ഒരു പേരിട്ടുകൊണ്ട് ഈ വലിയ കൊള്ളയെ മറയ്ക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ട് ആ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന്. നോക്കൂ, ഞാൻ പറഞ്ഞ പൂർത്തിയായിട്ടില്ല. അപ്പൊ ഉല്ലാസ് ബാബു പറഞ്ഞത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ്. അത് സത്യം പറഞ്ഞാൽ അത് കേരളത്തിലെ വിശ്വാസികൾ അത് ഉൾക്കൊള്ളുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇപ്പൊ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഈ വിഷയം. UDF ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, കാരണം അന്തർദേശീയ ബന്ധമുള്ളത് കൊണ്ട്, അന്തർ സംസ്ഥാന ബന്ധമുള്ളതുകൊണ്ട്. പക്ഷെ ഇത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP അതും പറഞ്ഞിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഒരു CPM നേതാവ്, വനിതാ നേതാവ് പറഞ്ഞത് അവരെ തോൽപ്പിക്കുക, അവിടുത്തെ കടകംപള്ളിയും BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഓപ്പണായി തുറന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞാണത്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തില് അപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് വരികയാണ്. അങ്ങേക്കൊന്ന് മറുപടി പറയാം. അല്ല, ശ്രീകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ എന്താ പറയുക ജേർണലിസ്റ്റാണ്, മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം അങ്ങനത്തെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തോ അദ്ദേഹം പറഞ്ഞുപോയി. അത് അദ്ദേഹം തന്നെ തിരുത്തട്ടെ. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരിക്കും. അദ്ദേഹം അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു കോൺഗ്രസ് പാർട്ടിയുടെയും ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എതിർത്തിട്ടല്ലേ ഇവിടെ മുരളീധരൻ ജയിക്കുന്നല്ലേ ശ്രീകുമാർ സാർ നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്നത്. ഇവരൊക്കെ നിങ്ങളെയൊക്കെ മാറ്റിയിട്ടല്ലേ ഞങ്ങളുടെ സുരേഷ് ഗോപി ജയിച്ചു വന്നത്. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനകീയമായി ഞങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. നിങ്ങളെ ബീഹാറിലടക്കമുള്ള സംവിധാനങ്ങളിൽ എന്തുകൊണ്ട് ജനങ്ങൾ പിന്തള്ളി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നല്ലത്. നിങ്ങളുടെ നേതാവ് കുളത്തിൽ ചാടുകയും വീണ്ടും വഞ്ചിയിലേക്ക് കയറുകയും പിന്നെ വഞ്ചിയിൽ നിന്ന് വീണ്ടും കുളത്തിൽ ചാടുകയും പിന്നെ പല സ്ഥലത്ത് പൊന്തുകയും ചെയ്യുന്ന ആ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ചുരുങ്ങുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ആയിക്കോട്ടെ, നല്ല കാര്യം, അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. രണ്ടാമത്തെ കാര്യം, ശ്രീ സതീഷ് വസന്ത്, അങ്ങ് എന്താണ് അങ്ങനെ പറയുന്നത്? അങ്ങ് പറഞ്ഞു ജാഗ്രത കുറവാണ്. ഇത് ജാഗ്രത കുറവെന്നല്ല, ഇത് ഗംഭീര ജാഗ്രത കൂടുതലാണ്. എന്താണെന്നറിയോ? എങ്ങനെ കക്കാം, എങ്ങനെ ഊരാം, എങ്ങനെ മുക്കാം, എങ്ങനെ കോടി ഉണ്ടാക്കാം, എങ്ങനെ ഭക്തരെ പറ്റിക്കാം, എങ്ങനെ അവരുടെ സമർപ്പണത്തെ അടിച്ചു മാറ്റി കൊണ്ടുപോകാം എന്നുള്ളതിൽ കൂടുതൽ ജാഗ്രതയാണ് നിങ്ങൾ കാണിച്ചത്. ആ ജാഗ്രത കുറവുണ്ടായിട്ടില്ല, വ്യക്തമായ ജാഗ്രത കാണിച്ചത്. കോവിഡ് കാലഘട്ടത്തിൽ, പ്രളയ കാലഘട്ടത്തിൽ, ആചാരലംഘന കാലഘട്ടത്തിൽ, ഈ 3 കാലഘട്ടങ്ങളിലും ആചാരലംഘന കാലഘട്ടത്തിൽ ആളുകളുടെ മൈൻഡിനെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ ആളുകളെ കയറ്റാതെ കള്ളന്മാരെ മാത്രം ഗൂഢാലോചനയ്ക്ക് കയറ്റി. പ്രളയ കാലഘട്ടത്തിലും ആളുകൾ കയറാതെ വന്ന സമയത്ത് ഈ ഗൂഢാലോചനകളും തട്ടിപ്പുകളും ഒക്കെ നടത്താനുള്ള പദ്ധതി ഉണ്ടാക്കി. അപ്പോൾ ഭക്തജനങ്ങൾ പരിപൂർണമായി മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കക്കാൻ തീരുമാനിച്ചു, വളരെ ജാഗ്രതയോടുകൂടി വിൽക്കാൻ തീരുമാനിച്ചു, വളരെ ജാഗ്രതയോടുകൂടി തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചു. നിങ്ങളുടെ ജാഗ്രത കൂടുതൽ കൃത്യമായിട്ട് ഹൈക്കോടതി ജാഗ്രതയോടുകൂടി അന്വേഷിച്ചു എന്നുള്ളതാണ്. അവിടെ ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ല കേട്ടോ, നിങ്ങളുടെ വാക്ക് തെറ്റാണ്. ജാഗ്രത കൂടുതലുണ്ടായി, എങ്ങനെ കക്കാം എന്നുള്ള രീതിയിലാണ് ജാഗ്രത കൂടുതലുണ്ടായത്. പിന്നെ കൃത്യമായിട്ട് വേണ്ട സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ശ്രീ സതീഷ്, നമുക്ക് എല്ലാവർക്കും വെറുതെ അങ്ങനെ ഓളിട്ട് പറയാൻ പറ്റുന്നൊരു വിഷയമല്ലത്. ഇതിൽ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ആ ഡീൽ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം, ഇതൊക്കെ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ അതല്ലല്ലോ ഈ വിഷയത്തിൽ. കൃത്യമായിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി
ഉണ്ടായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ സൗകര്യങ്ങൾ കിട്ടിയിടത്താണ് സർക്കാർ പ്രതിക്കൂട്ടിൽ. സർക്കാരിന്റെ മൗനസമ്മതമില്ലാതെ, കണ്ണടക്കലില്ലാതെ, കണ്ണു തുറന്നിട്ടില്ല സർക്കാർ. പോലീസ് കണ്ണു തുറന്നിട്ടില്ല, സെക്യൂരിറ്റി കണ്ണു തുറന്നിട്ടില്ല, ദേവസ്വം ബോർഡ് കണ്ണു തുറന്നിട്ടില്ല. ആ ദേവസ്വം ബോർഡും സർക്കാരും കണ്ണു തുറക്കാത്തത് കൊണ്ടാണ് കത്തത്. സതീഷ് വസന്ത്, ഇതില് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? പറഞ്ഞ ശരിയാണ്, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു സർക്കാരിന് എങ്ങനെയാണ് ഇതിലോട്ട് വരണമെന്ന് നോക്കൂ. നമ്മളല്ല നിയമം പഠിച്ചിട്ടുള്ളതല്ലേ, അതിനൊരു നിയമം കാര്യങ്ങളില്ലേ? എന്താണ് ഇത് പറയുന്നത്? അറസ്റ്റിലാകുന്നു, റിമാൻഡിലാകുന്നു. അതുകൊണ്ടാണ് വാസു, നിങ്ങളുടെ സന്തത സഹചാരി, അല്ല, വാസു എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയായിരുന്നു, അല്ലല്ലോ. അദ്ദേഹം അതിന്റെ കമ്മീഷണറും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറ്റിയ പാളിച്ചാണ്. രണ്ടുപേരും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചന പുറകെ നിന്നിട്ടുള്ള മന്ത്രി ആരാണ്? ആ ഗൂഢാലോചനയ്ക്ക് പങ്കു കിട്ടിയിട്ടുള്ള മറ്റു വിഭാഗക്കാരാണ്? അത് ചോദിക്കാൻ അന്വേഷിക്കട്ടെ. അല്ല, നമ്മൾ അന്വേഷണത്തിന് എതിരെയൊന്നുമല്ലല്ലോ. അന്വേഷണത്തിന് അതിന് ചുക്കാൻ പിടിക്കണമില്ലല്ലോ. അന്വേഷണം നടത്തിട്ട് സ്വർണം കട്ടതിൽ ജാഗ്രത കുറവുണ്ടായി. ഇടതുപക്ഷ പ്രതിനിധി അവസാനം പറഞ്ഞു വെക്കുന്നത് അതാണ്. ഇനി കടകംപള്ളിയിലേക്കാണോ അന്വേഷണം? കൊള്ളയ്ക്ക് ആരുടെയൊക്കെ രാഷ്ട്രീയ പിന്തുണ ലഭിച്ചു? മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം വേണമെന്ന് രാഷ്ട്രീയ ആവശ്യം ശക്തമാകുകയാണ്.